അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം പൂർത്തിയാക്കി പോയ ശേഷം അവതാരക എന്ന പെൺകുട്ടി വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം എന്ന് പറഞ്ഞിട്ട് നന്ദി പ്രകടിപ്പിക്കാൻ പോകുമ്പം ആണ് അദ്ദേഹം അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സാധാരണ തോന്നുന്നത് അത് എന്നെ പ്രശംസിക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല എന്നുള്ള മറ്റിൽ പറഞ്ഞാൽ തോന്നാം. പക്ഷേ അദ്ദേഹം തന്നെയാണ് ഇത്തരം പാട്ടുകൾക്ക് ഇരുന്ന് കൊടുക്കുന്നത് എന്നുള്ളതാണ് തമാശയായിട്ട് തോന്നുന്നത്, വൈരുദ്ധ്യമായിട്ട് തോന്നുന്നത്. പിണറായി വിജയൻ്റെ ഒരു സഹജമായ സ്വഭാവം എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ പെട്ടെന്നൊന്നും ഇങ്ങനെയുള്ള പ്രശംസയ്ക്കൊന്നും നിന്നുകൊടുക്കാത്ത ആളെന്നുള്ളൊരു ഇമേജ് ആയിരുന്നു അദ്ദേഹത്തിന് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഭരണാധികാരി ആയതിനു ശേഷം ക്യാപ്റ്റൻ വിളി അത് അദ്ദേഹം ആസ്വദിച്ചതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ട ഒരു പരസ്യവാചകം. നമ്മുടെ മാധ്യമപ്രവർത്തകർ തന്നെ ചില ആളുകൾ അഭിസംബോധന ചെയ്തതുപോലും അങ്ങനെ തന്നെയുണ്ട്. വീണ ജോർജിന്റെ അസംബ്ലി പറഞ്ഞല്ലോ, ഈ കപ്പൽ ആടുകയില്ല, ഇതിനൊരു ക്യാപ്റ്റൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള സ്തുതിഗീതം പറഞ്ഞതൊക്കെ കിട്ടും. വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമല്ല എന്ന് പറയുന്നിടത്താണ് ഈ തരത്തിലുള്ള ഇതെല്ലാം നടക്കുന്നത്.